നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനധികൃത സ്പാ വിഷയത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. എത്ര സ്പാകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്ന രേഖകൾ പരിശോധിക്കുമെന്ന് മേയർ വി രാജേഷ് വ്യക്തമാക്കി. ചില ഗുണ്ടകൾ സ്പാകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ടെന്ന വിവരവുമുണ്ട്. ഏത് കൊലക്കൊമ്പൻ സ്പാ നടത്തിയാലും ശരി, നടപടി ഉണ്ടാകും. ക്രോസ് മസാജിംഗ് അനുവദിക്കില്ല. പരിശീലനം നേടിയവർ സ്പായിൽ ഉണ്ടാകണം. ഈ നഗരത്തെ മോശമാക്കാൻ കഴിഞ്ഞില്ല. പോലീസാണ് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടി എടുക്കേണ്ടത് എന്നും മേയർ വ്യക്തമാക്കി. ലൈസൻസ് ഇല്ലാത്ത സ്പായ്ക്ക് പൂട്ടുവീണു. തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പായ്ക്ക് പൂട്ടുവീണിട്ടുണ്ട്. തിരുവനന്തപുരം സ്റ്റാച്യുവിലെ സ്പർശൻ വെൽനസ് സ്പായിൽ നഗരസഭയിൽ മിന്നൽ പരിശോധന നടത്തുകയുണ്ടായി. 23-കാരിയുടെ പരാതിയിലായിരുന്നു നടപടി. പരാതി ലഭിച്ച ഉടൻ തന്നെ അധികൃതർ കർശന നടപടി സ്വീകരിച്ചു. വലിയ നിയമലംഘനമാണ് ഈ സ്പായുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച സ്പായുടെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പൂട്ടി. തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന് നേരെ എതിർവശത്ത് പ്രവർത്തിക്കുന്ന സ്പർശൻ വെൽനസ് സ്പായിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. പിന്നാലെ പോലീസും സ്ഥലത്തെത്തി. പരിശോധനയിൽ കേന്ദ്രത്തിലെ പ്രീമിയം വിഭാഗം കെട്ടിടം പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ് എന്ന് കണ്ടെത്തി. ഈ വിഭാഗം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പൂട്ടി. ക്രോസ് മസാജിംഗ് നടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് നഗരസഭ ഉദ്യോഗസ്ഥർ അറിയിച്ചു. യുവതിയുടെ പരാതി പോലീസിനെ അറിയിച്ചതായി മേയർ പറഞ്ഞു. അനധികൃത സ്പാകൾക്കെതിരെ പോലീസുമായി ചേർന്ന് നടപടിയെടുക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. സ്പാകളുടെ മറവിൽ ക്രോസ് മസാജിംഗ് അനുവദിക്കില്ല എന്നും അധികൃതർ സ്പാ കേന്ദ്രങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഡോക്ടറെ കുറിച്ചുള്ള വിവരം മെഡിക്കൽ കൗൺസിലിനെ അറിയിക്കുമെന്നും മേയർ വ്യക്തമാക്കി. ഇനി എന്ത് തന്നെ നടന്നാലും നഗരത്തിൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയും. അത് വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്. നിയമപരമായി ഒരു തരത്തിലുള്ള നിയമവിരുദ്ധത നടക്കാതെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന സ്പാകൾക്ക് ഞങ്ങൾ സപ്പോർട്ട് തന്നെയാണ്. കാരണം അതിൽ ഒരുപാട് പേരാണ് അതുവഴി ജീവിക്കുന്നതും ജീവനോപാധിയാകുന്നതും. പക്ഷേ കൃത്യമായി നഗരസഭ നൽകിയിട്ടുള്ള കൃത്യമായ റൂളുകൾ അനുസരിച്ച് വേണം ഇവിടെ ഈ സ്പാകൾ നടത്തി പോകാൻ. കാരണം ഡോക്ടർ ഉണ്ടാവുക, അതുപോലെ തന്നെ ഈ മസാജ് ചെയ്യാൻ വിദഗ്ധരായിട്ടുള്ളവർ ഉണ്ടാവുക, ക്രോസ് മസാജ് നടത്താതിരിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള റൂളുകൾ കൃത്യമായി പാലിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ക്രോസ് മസാജിംഗ് അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതിന് വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് സ്റ്റാച്യുവിലുള്ള ഈ ആഡംബര സ്പാ അടച്ചുപൂട്ടിയത്.